ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 2 കിലോ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ കാണിക്കാനായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ആ വീഡിയോ ഫുള്ളാക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ കാരണം എന്താണെന്നൊക്കെ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ കാലത്ത് തന്നെ നമ്മൾ കേക്കിൻ്റെ പണിയിലേക്കാണ് നിൽക്കാറുള്ളത്. അപ്പോൾ ഇതാ ഞാൻ 2 കിലോ കുൽഫി കേക്കാണ് കേട്ടോ ഫസ്റ്റ് റെഡിയാക്കുന്നത്. അപ്പോൾ ആ കുൽഫി കേക്കിൻ്റെ കൂടെ തന്നെ 1 കിലോ മാംഗോ കേക്കും ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കുൽഫി കേക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ 3 പാത്രത്തിലായിട്ട് ഹൈറ്റിലാണ് കേട്ടോ, ടോൾ കേക്കായിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. 6 ഇഞ്ചിൻ്റെ 3 പാനിലായിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. പിന്നെ 1 kg ഒരു മാംഗോ കേക്കും, അതും സെയിം കസ്റ്റമർക്ക് തന്നെയാണ് കേട്ടോ. 2 കേക്കും ഒരേ കസ്റ്റമർക്കാണ്. അപ്പോൾ അതാ ഞാൻ 3 പാത്രമൊക്കെ ഒരുമിച്ച് ബട്ടർ പേപ്പറെല്ലാം ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ സ്റ്റാൻഡ് മിക്സറിൽ ഞാൻ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ആ ടൈമിലാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും ബാറ്റർ ഓർഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 3 പാത്രത്തിലേക്ക് ഒരേ അളവിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് 2 ലെയർ കിട്ടുന്ന രീതിയിൽ ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ 6 ലെയറായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയുള്ള കേക്കാണ് കുൽഫി കേക്ക്. അപ്പോൾ ആ ഒരു റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ നാത്തൂൻ്റെ മോൻ്റെ കല്യാണ വീഡിയോയിൽ ഞാൻ കുൽഫി കേക്കായിരുന്നു തലേ ദിവസം ഗ്രൂം ടു ബിയുടെ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇത് 3 ഞാൻ ഒരേ സമയം ഓവനിൽ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഇതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ അടുത്ത മാംഗോ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് അപ്പോഴേക്കും റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ 21ാമത്തെ നോമ്പിൻ്റെ കാലത്താണ് കേട്ടോ ഈ ഒരു കേക്കൊക്കെ റെഡിയാക്കി വെക്കുന്നത്. പിറ്റത്തെ ദിവസം കാലത്ത് ഏറ്റവും മോർണിംഗിൽ കൊടുക്കാനുള്ള കേക്കാണ്. നമ്മൾ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചാലാണല്ലോ നമുക്ക് ഈവനിങ് ആകുമ്പോഴേക്കും നമ്മളെ നോമ്പ് തുറയുടെ പരിപാടിയൊക്കെ തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഇതാ ഞാൻ മാംഗോ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ ഞാനിത് വീഡിയോ എടുക്കാൻ വിചാരിച്ചല്ല, ക്യാമറ അവിടെ ഓണായി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പെട്ട കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ കേക്കിൻ്റെ റെസിപ്പി കാണിക്കണതിനേക്കാളും റെസിപ്പിയെല്ലാം നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, ഞാൻ തന്നെ ഒരുപാട് റെസിപ്പീസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും നിങ്ങൾക്ക് ഡെക്കറേഷൻസ് കാണാനാവല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ രണ്ടും ആനിവേഴ്സറി കേക്കിനുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഡെക്കറേഷനാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അങ്ങനത്തെ മാംഗോ കേക്കിൻ്റെ ബാറ്ററും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ സ്റ്റാൻഡ് മിക്സറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അത് കഴുകിയെടുക്കണം മടിക്ക് ഞാൻ പിന്നെ സാധാ എഗ് ബീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബാറ്റർ അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. കഴുകി പിന്നെ നമ്മൾ തുടച്ചൊക്കെ എടുത്തിട്ട് വേണമല്ലോ. അപ്പോഴേക്കും തന്നെ നമ്മളെ ഓവനിൽ വെച്ച കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതേ ചൂടിൽ തന്നെ സെയിം ആ ഒരു ഓവനിൽ ഞാൻ മാംഗോ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. അപ്പോൾ ഇതൊന്ന് ചൂടാറുന്ന ആ ഒരു ടൈമിലുകൊണ്ട് നമ്മളെ കുൽഫി റെമഡിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിത് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് 3 കേക്കായിട്ട് എല്ലാതും 2 ലെയർ വെച്ചിട്ടാണ്. അപ്പോൾ 6 ലെയറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഐസിങ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ 2 kgയുടെ വലിയ ബൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ നടുവിലായിട്ട് ടോൾ കേക്കൊക്കെ ചെയ്യുമ്പം സെയിം ആ ഒരു കറക്റ്റ് ബേസ് എടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ വലിയ ബേസിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ബോർഡിൽ ക്രീമെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുന്നു. ഇത് നമ്മൾ മിൽക്ക് സിറപ്പ് വെച്ചിട്ടാണ് വെറ്റ് ചെയ്യുന്നത് കേട്ടോ. മിൽക്ക് മെയ്ഡും മിൽക്ക് സിറപ്പും കൂടി വെച്ചിട്ടാണ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫില്ലിങ്സ് കുൽഫി ഫില്ലിങ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെമഡിയാണത്. ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ഫില്ലിങ്സ് ഒക്കെ വെക്കുമ്പോൾ ഒരു വരമ്പ് കെട്ടി കൊടുക്കുന്നത് ഞാൻ കസ്റ്റേർഡ് കേക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ വരമ്പ് കെട്ടി കൊടുത്തിട്ട് വേണം നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് ഒലിച്ച് താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകും കേട്ടോ. അതുപോലെ തന്നെ ടോൾ കേക്ക് ആയതുകൊണ്ട് നമ്മൾ ഓരോ കേക്ക് സെറ്റ് ചെയ്ത് കഴിയണം കൂടെ നമ്മൾ നന്നായിട്ട് തന്നെ കേക്ക് അവിടെ ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് പെട്ടെന്ന് തെന്നി പോവാതിരിക്കും. അതുപോലെ ഓരോ ലെയർ ഇങ്ങനെ വെക്കുന്ന ടൈമിൽ നന്നായിട്ട് തന്നെ അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഓരോ കേക്കും ലെയറും ഞാൻ ഫില്ല് ചെയ്തതിന് ശേഷം ക്രീം കോട്ടൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അപ്പോഴേക്കും നമ്മളെ മാംഗോ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്രീം ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇത് നോർമൽ ഞാൻ 8 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. മാംഗോ ക്രഷും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുമാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഫൈനൽ കോട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം നോമ്പ് തുറക്കാനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് കിച്ചണിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമ്പ് തുറന്നിരിക്കുന്ന ടൈമിലാണ് നമ്മൾക്ക് ആ ഒരു ദുഃഖവാർത്ത നമ്മളെ തേടിയെത്തിയത്. ഇത് അളിയൻ്റെ ഉമ്മയാണ് കേട്ടോ, എൻ്റെ താത്താടെ അമ്മായിമ്മയാണ്. അപ്പോൾ അവർ മരിച്ചു എന്നുള്ള ആ ഒരു വാർത്ത നമ്മൾക്ക് കേട്ടത്. അപ്പോൾ എന്താ പറയുക, പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല.
ഓരോ നോമ്പാകുമ്പോഴും ഇതുപോലത്തെ ഓരോ വാർത്തകളായിട്ടാണ് വരുന്നത്. ഞാൻ അല്ലേ, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വല്യമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു, സെയിം ഈ ഒരു നോമ്പിന് തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു 21ാമത്തെ നോമ്പിനാണ് കേട്ടോ നമ്മളെ ഈ ഉമ്മയും കൂടി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാനാണെങ്കിൽ അതിൻ്റെ തൊട്ടൊരാഴ്ച മുന്നേ താത്തായുടെ വെഡിങ് ആനിവേഴ്സറിൻ്റെ കേക്ക് ഓർഡർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു കേക്കുമായിട്ട് പോയപ്പം ആളെ കാണാൻ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ അടുത്ത ആഴ്ച ഇയാൾ ഈ ഭൂമിയിലില്ല എന്നുള്ളത്. എന്തായാലും പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും അപകട മരണത്തെ തൊട്ടൊക്കെ നമ്മൾ റബ്ബ് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പോയിടം ആഹിറും വെളിച്ചമാക്കി കൊടുക്കട്ടെ. നല്ലൊരു പുണ്യ റമളാൻ മാസത്തിലാണ് നമ്മളോട് ഈ ഉമ്മ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ബാക്കി ഡെക്കറേഷൻ വീഡിയോ എടുത്തിട്ടില്ല, എങ്കിൽ കൂടി ഈ ഒരു കേക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. താഴെ റിബൺ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ഹാൻഡും അതുപോലെ ഈ ഒരു മറ്റേ കേക്കിലും ഞാൻ സെയിം ആ ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ടുള്ളത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് അലിഞ്ഞു പോവില്ല എന്നൊക്കെ കുറേ പേര് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം കട്ടിയുള്ള പ്രിൻ്റാണ് കേട്ടോ, അത്ര പെട്ടെന്നൊന്നും അങ്ങനെ അലിഞ്ഞു പോകണതല്ല. പിന്നെ നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈമിൽ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ കേക്കെല്ലാം അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് വൈസിൽ അവർക്ക് കുൽഫി കേക്കാണ് ഇഷ്ടപ്പെട്ടത്. അത് അങ്ങനെ തന്നെ ആയിരിക്കും, നല്ല റിച്ച് കേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.